ചെയ്ത് വികസ്വര രാജ്യങ്ങളിൽ കച്ചവടം ചെയ്ത് വളർന്ന് പന്തലിച്ചു. ഒരു ദിവസം പോർച്ചുഗീസ് കപ്പൽ ചൈനയിലെ മക്ക തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് വടക്ക് ദിശയിലേക്ക് സഞ്ചരിച്ച് ബംഗാൾ കടലിടുക്കിലൂടെ പോവുകയായിരുന്നു. അനുകൂലമായ കാലാവസ്ഥയിൽ അവർ പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലെത്തും എന്ന് കരുതി. എന്നാൽ പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ചുരുണ്ടുകൂടി. കൊടുങ്കാറ്റടിച്ചു. കടൽ ക്ഷുഭിതയായി. ആഴക്കടലിൽ ഒരു ചെറിയ കരിയില പോലെ ആ കൊച്ചു കപ്പൽ ആടി ഉലഞ്ഞു. കപ്പിത്താനും വ്യാപാരികളും പല കാര്യങ്ങൾ ചെയ്തിട്ടും പരാജയപ്പെട്ടു. ഒടുവിൽ മാതാവിൽ ശരണമർപ്പിച്ചു. നന്മ നിറഞ്ഞ മാതാവേ, യാത്രക്കാരുടെ ആശ്രയമേ, രക്ഷാ കവചമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ ആപത്തില്ലാതെ കരയിലെത്തിയാൽ എത്തുന്ന സ്ഥലത്ത് മാതാവിന്റെ പേരിൽ ഒരു ആരാധനാലയം പണിയാം എന്ന് പ്രാർത്ഥിച്ചു. അഭയമരിയെ, കരുണക്കടലെ, ഞങ്ങളെ കാക്കണേ, കരയിലെത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസവും ഭക്തിയും നിറഞ്ഞ അവരുടെ പ്രാർത്ഥന മാതാവ് കേട്ടു. ആകാശത്തെ കാർമേഘങ്ങൾ മാറി. കൊടുങ്കാറ്റ് തെന്നലായി. കടൽ ശാന്തമായി. എല്ലാവരും മുട്ടുകുത്തി മാതാവിന് നന്ദി അർപ്പിച്ചു. എല്ലാവരും ആപത്തില്ലാതെ കരയിലെത്തി. അവർ രക്ഷപ്പെട്ട് കരയിലെത്തിയ തീയതിയാണ് സെപ്റ്റംബർ 8, വേളാങ്കണ്ണി ഗാനം. First, we want to give our thanks to the fishermen, you know. They are very nice people. What is your name? അരുണാചലം. Arunachala. അരുണാചലം അല്ല സായിപ്പേ, അരുണാചലം. Nice name. What's the name of place, huh? തമിഴ്നാടു. Tamil Nadu. No. It is part of തമിഴ്നാടു. വേളാങ്കണ്ണി വില്ലേജ്. ചേട്ടാ, ഇവരെവിടുന്നാ വരുന്നേ? അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നിൽക്കൂ. You are coming from? We are all Portuguese. Oh. We are coming from China to Salem. You know, Mr. Arunachalam, on the way, very big rain and very big cyclone. Our ship broken. Mother Mary saved. That's why we came here. Yes, we feel hungry. We are all suffering. No food for last 7 days. You all don't feel. ഇവര് 7 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അതെയോ? തമിഴ്നാട്ടിൽ വന്നിട്ട് ഇവരെ പട്ടിണിക്ക് വിടാവോ? ഇവർക്ക് ഭക്ഷണം ഒരുക്കൂ. വേഗം പോയേ. പ്ലീസ് കം. എന്താ ഈ സമയത്ത്? എന്ത് പറ്റി? എന്താ പറയുന്നേ? പേടിപ്പിക്കില്ല. അവര് പറയുന്നത് ഞങ്ങളെ രക്ഷിച്ച മാതാവിന്റെ പള്ളി ഇതുപോലുണ്ടല്ലോ, ഞങ്ങൾ തന്നെ ഇത് പുതിയതായി പണിയാം, അതിന് നമ്മുടെ സഹായം വേണം. നിന്റെ സഹായമോ? നിന്റെ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും സഹായിക്കും. വി വിൽ ഹെൽപ്പ് യു സൂൺ.
We are all very happy. Our duties fulfilled. പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യത്തിന് ശേഷം പോർച്ചുഗീസിയ നാവികൾ അമ്മയ്ക്ക് ചാരുത നൽകുന്ന രീതിയിൽ പുല്ലുകൊണ്ടുള്ള ദേവാലയത്തിന്റെ മേൽക്കൂരയെ നീക്കി 24 അടി നീളവും 12 അടി അകലവുമുള്ള ഒരു മനോഹരമായ ദേവാലയത്തെ പണിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ പ്രശസ്തി അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ തീർത്ഥാടകരുടെ വരവ് കൂടിക്കൂടി വന്നു. അതുവരെ നാഗപട്ടണത്തിന്റെ ഇടവകയായിരുന്ന വേളാങ്കണ്ണി 1771 വർഷം വ്യക്തിഗത ഇടവകയായി ഉയർന്നു. ചെറിയ ഒരു പള്ളിയായി മാത്രം ഇരുന്ന പരിശുദ്ധ അമ്മയുടെ ദേവാലയം 1920കളിൽ കെട്ടിടം വിപുലീകരിച്ച് 1933 വർഷം ദേവാലയമായി വെഞ്ചരിക്കപ്പെട്ടു. 1952 തഞ്ചാവൂർ രൂപതയുടെ മാനേജ്മെന്റിന്റെ കീഴിൽ വന്നു തുടങ്ങി. അതുവരെ ദേവാലയമായി കരുതിയ വേളാങ്കണ്ണി ദേവാലയം കത്തീഡ്രൽ എന്ന പരിണാമത്തിലേക്ക് എത്തി. ദക്ഷിണേന്ത്യയെ മഹത്വപ്പെടുത്തുന്ന ക്രിസ്തു മതത്തിന്റെ പ്രതീകമാണ് ഇത്. കൃപ നിറഞ്ഞവളുടെ ആനന്ദ കേന്ദ്രം, മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന ദൈവ അമ്മയുടെ ആത്മവേദി, വിശ്വസിച്ചു വരുന്നവർക്ക് വാരി വഴങ്ങുന്ന അക്ഷയപാത്രം, ബംഗാൾ കടലിന്റെ താലാട്ട് കേട്ട് പല നൂറ്റാണ്ടുകൾ കടന്ന് മനുഷ്യരാശിയെ വിശുദ്ധീകരിക്കുന്ന ഒരു ചരിത്ര സംഗീതം. വേള നഗരിൽ വെള്ളക്കുരുത്തുപോലെ സൗന്ദര്യത്തോടെയും ആത്മീയ പാരമ്പര്യത്തോടെയും വേളാങ്കണ്ണി തളിർത്തു. പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയം കോടാനുകോടി ഭക്തജനങ്ങൾ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മനോഹരമായ ദേവാലയമായി ഉയർന്നിരിക്കുന്നു.